ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏജിയർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കളർഫുൾ ആയിട്ടുള്ള സോപ്പാണ്. ഈ ഒരു സോപ്പ് നമ്മൾ മുൻപും ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അന്ന് തന്നെ ഒരുപാട് കൂട്ടുകാർ ചെയ്ത് നോക്കി നല്ല രീതിയിൽ വന്നു, ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വാട്ടർമെലൻ്റെ സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ലോഫിൻ മോൾഡിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വാട്ടർമെലൻ്റെ സോപ്പ് ചെയ്തേക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഇതിൽ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ചെയ്തേക്കണം എന്നെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമേ തന്നെ നമ്മളൊരു വെയ്റ്റ് മെഷീനും അതിന് മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് തരണം കേട്ടോ. നമ്മളിപ്പോൾ ആദ്യമേ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസാണ് കേട്ടോ. ഗ്ലിസറിൻ്റെ ബേസ് നമ്മൾ ഏകദേശം ഒരു 125 ഗ്രാമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്തായിട്ട് ഇത് ഗോട്ട് മിൽക്കിൻ്റെ ബേസാണ്. ഗോട്ട് മിൽക്കിൻ്റെ ബേസോ അല്ലെങ്കിൽ ഷിയ ബട്ടറിൻ്റെ ബേസോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഗോട്ട് മിൽക്കിൻ്റെ ബേസ് ഏകദേശം ഒരു 77 ഗ്രാമുകളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ബേസുകളും കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരം മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് വെള്ളമൊക്കെ ഓൾറെഡി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഒരു ബേസുകളും കൂടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ബേസ് അവിടെ നിന്ന് മെൽറ്റ് ആവണ നേരം കൊണ്ട് നമുക്ക് അതിലോട്ട് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയ്റ്റ് മെഷീനും അതിന് മുകളിലേക്ക് പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ പൊഴിച്ചു കൊടുക്കുന്നത് വാട്ടർമെലൻ്റെ എക്സ്ട്രാക്റ്റാണ്. അതൊരു 7 ഗ്രാമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് വെജ് ഗ്ലിസറിനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെജ് ഗ്ലിസറിൻ ഒരു 2 ഗ്രാമിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. ഓയിൽ 1 ഗ്രാമിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ലെയറിലോട്ട് വേണ്ടിയിട്ടുള്ളൊരു കൂട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ വൈറ്റമിൻ ഇയുടെ ഓയിലും എല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ അതൊന്ന് മിക്സ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ മോൾഡ്, ഈ ഒരു മോൾഡിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ലോഫിൻ മോൾഡാണ്. ഇതിൽ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു മോൾഡിൻ്റെ താഴ്ഭാഗത്തായിട്ട് ചെറുതായിട്ട് ബൾജ് ചെയ്തോലും സൈഡിലായിട്ടും ചെറുതായിട്ട് ബൾജ് ചെയ്തോലും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ആ ഒരു ഫോൾട്ട് ഉണ്ടാകും. പിന്നെ ഇതേ നമ്മൾ ആ ഒരു സോപ്പിൻ്റെ മോൾഡ് ഈ ഒരു കാർഡ്ബോർഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലോട്ടാണ് ഇറക്കി വെക്കുന്നത്. അങ്ങനെ മോൾഡ് നമ്മൾ കാർഡ്ബോർഡിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ചതിന് ശേഷം ആ ഒരു മോൾഡിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ബേസും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ രണ്ടും കൂടെ കൂടി ചേർന്ന് പോകും. അപ്പോൾ 2 സൈഡിലായിട്ട് എന്ത് ഇതുപോലെ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ ബേസ് നല്ല രീതിയിൽ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ മെൽറ്റായിരിക്കുന്ന ബേസിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കൂട്ടുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ അതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. മിക്സാക്കിയതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കുകയാണ്. ഏകദേശം ഒരു 2-3 മിനിറ്റൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. വാങ്ങി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസ്കിൻ്റെ ഫ്രാഗ്രൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നമ്മൾ ഗ്രീൻ കളറ് കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 3-4 ഡ്രോപ്സൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് കളറ് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ലെയറാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ലൈറ്റ് കളർ മധുരമാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ വീണ്ടും കുറച്ചും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ അത് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കളർ നമുക്ക് നോക്കിയിട്ട് ഒഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കളറിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ആ ഒരു മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതുപോലെ മുഴുവനായിട്ടും ഫസ്റ്റ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ബബിൾസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് പോകാനായിട്ട് ഞാൻ റബ്ബിംഗ് ആൽക്കഹോളും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേമാതിരിയാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ അതവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. അതവിടെ ഇരുന്ന് സെറ്റ് ആവണ നേരം കൊണ്ട് നമ്മൾ സെക്കൻഡ് ലെയർ നമ്മളിവിടെ റെഡിയാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗോട്ട് മിൽക്കിൻ്റെ ബേസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബേസ് നമ്മൾ 130 ഗ്രാമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ലെയറിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ബേസ് നമ്മളിപ്പോൾ 130 ഗ്രാം മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ചെയ്ത അതേ രീതിയിൽ തന്നെ നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരം മെൽറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ്.
അങ്ങനത്തെ നമ്മുടെ ബേസൊക്കെ നല്ല രീതിയിൽ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. മെൽറ്റായിരിക്കുന്ന ഈ ഒരു ബേസിലേക്ക് നമ്മൾ വൈറ്റമിൻ ഇയുടെ ഓയിൽ ഉണ്ടല്ലോ അത് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വേറെ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എക്സ്ട്രാ ആയിട്ട് വൈറ്റമിൻ ഇയുടെ ഓയിൽ ഏകദേശം 1 ഗ്രാമിൻ്റെ അടുത്തോളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. വൈറ്റമിൻ ഇയുടെ ആഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഒരു 1-2 മിനിറ്റോളം. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അത് വാങ്ങി വെക്കുകയാണ്. വാങ്ങി വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് മസ്കിൻ്റെ തന്നെയാണ് ഫ്രാഗ്രൻസ് ആഡ് ചെയ്യുന്നത്. കുറച്ച് മസ്കിൻ്റെ ഫ്രാഗ്രൻസുകളും ആഡ് ചെയ്തിട്ട് വീണ്ടും അതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യമേ തന്നെ സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് ഒരു ഗ്രീൻ ലെയർ. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ലെയർ ഗോട്ട് മിൽക്കിൻ്റെ ആ ഒരു ലെയർ വൈറ്റ് ലെയറും കൂടെ കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. സെക്കൻഡ് ലെയർ മുഴുവനായിട്ട് നമ്മളിതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ബബിൾസൊക്കെ റിമൂവ് ആയി പോകാനായിട്ട് റബ്ബിംഗ് ആൽക്കഹോൾ തന്നെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. ഏകദേശം ഒന്ന് സെറ്റ് ആയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു സെക്കൻഡ് ലെയർ ആയിട്ടുള്ള വൈറ്റ് ലെയർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി തേർഡ് ലെയറിലോട്ട് വേണ്ടിയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസാണ് നമ്മളിപ്പോൾ എടുക്കാനായിട്ട് പോകുന്നത്. പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസ് നമ്മൾ ഒരു 250 ഗ്രാമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബേസ് നമ്മളിവിടെ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത മാതിരി തന്നെ ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരം അതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഓൾറെഡി ചൂടായിട്ടുണ്ട്. ഈ ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ ബേസും കൂടെ കൂട്ടിയിട്ട് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ബേസ് അവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള മിക്സിങ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വേപ്പ് മെഷീനും അതിന് മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വാട്ടർമെലൻ്റെ എക്സ്ട്രാക്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 12 ഗ്രാം വാട്ടർമെലൻ്റെ എക്സ്ട്രാക്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് വെജ് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ഒരു 2 ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. ഓയിലും ഏകദേശം 1 ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെഷീൻ ഒന്ന് ജസ്റ്റ് ഓഫായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ അതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സാക്കി കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ ബേസും ആ നേരം കൊണ്ട് മെൽറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മെൽറ്റായിരിക്കുന്ന ബേസിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കൂട്ടുണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടുകളും കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് വാങ്ങി വെക്കുകയാണ്. വാങ്ങി വെച്ചിട്ട് അതിലേക്ക് മസ്കിൻ്റെ തന്നെ ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ റെഡ് കളർ കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു 3-4 ഡ്രോപ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മിക്സാക്കി കൊടുത്തിട്ട് കളർ പോരാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ആദ്യമേ തന്നെ മിക്സാക്കി കഴിയുമ്പോൾ ഈ ഒരു കളറിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കളറിൽ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തേർഡ് ലെയറാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. റെഡ് പോർഷൻ. അപ്പോൾ അത് നമ്മൾ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ തേർഡ് ലെയർ നമ്മൾ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനായിട്ട് പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു സീഡ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചാർക്കോളിൻ്റെ ബേസ് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒന്നല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി അതിന് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു രീതിയിലും ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചിട്ട് അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ഈ വാട്ടർമെലൻ്റെ സോപ്പ് ചെയ്തതായിരുന്നു. അന്ന് നമ്മൾ 4-in-1 മോഡലിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചാണ് അതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര നല്ല അടിപൊളിയായിട്ട് അന്ന് ആ ഒരു സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോയും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാവേ. അങ്ങനത്തെ നമ്മുടെ ആ ഒരു ചാർക്കോളിൻ്റെ ബേസ് മുഴുവനായിട്ട് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം റബ്ബിംഗ് ആൽക്കഹോളും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബബിൾസൊക്കെ റിമൂവ് ആയി പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നോക്കി ആ ഷേപ്പ് നോക്കിക്ക് ആ ഒരു മോൾഡിൻ്റെ പ്രശ്നമാണ് കേട്ടോ. ചെറിയൊരു ബൾജ് ചെയ്ത് നിൽക്കണ പോലെ നിൽക്കുന്നുണ്ട്. ചെറുതായിട്ട് തള്ളിയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഇത്രയും ഹൈറ്റിലാണ് നമ്മുടെ ആ ഒരു ബേസ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ എന്തായാലും ഇത് നല്ല രീതിയിൽ സെറ്റ് ആവട്ടെ. സെറ്റ് ആയതിനു ശേഷം കാണിച്ചു തരാം. അങ്ങനത്തെ നമ്മുടെ വാട്ടർമെലൻ്റെ സോപ്പ് ഇവിടെ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അൺമോൾഡ് ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് നമ്മുടെ സോപ്പ് കിട്ടിയേക്കണേന്നൊക്കെ നോക്കാം. നല്ല രീതിയിൽ കിട്ടിയോ കിട്ടിയില്ല എന്നൊക്കെ നോക്കാം കേട്ടോ. അങ്ങനെ കാർഡ്ബോർഡിൽ നിന്ന് നമ്മുടെ മോൾഡ് ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അൺമോൾഡ് ചെയ്ത് നോക്കാം കേട്ടോ. എന്താണ് സോപ്പിൻ്റെ അവസ്ഥ എന്ന് നോക്കാമല്ലോ. ഈ ഒരു രീതിയിലാണ് നമ്മുടെ സോപ്പ് കിട്ടിയിരിക്കുന്നത്.
ചെറുതായിട്ടൊരു സൈഡിൽ ഇച്ചിരി ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. മോൾഡിൻ്റെ പ്രശ്നമാണ് കേട്ടോ അത്. അപ്പം ഇനി നമുക്കിനി സോപ്പ് കട്ട് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് നോക്കാം. ഉൾഭാഗം എങ്ങനെയാണ് കിട്ടിയേക്കണമെന്ന് നോക്കാം കേട്ടോ. ഒരു സീഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തോരാണ് മുറിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ദേ ഈ ഒരു രീതിയിലാണ് നമ്മുടെ വാട്ടർമെലൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത് കേട്ടോ, ഒരു സീഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് മുഴുവനായിട്ട് മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ കിട്ടിയേക്കണമെന്നുള്ളത്. അങ്ങനത്തെ നമ്മുടെ വാട്ടർമെലൻ്റെ സോപ്പ് മുഴുവനായിട്ട് നമ്മളിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 8 പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഉൾഭാഗം ഈ ഒരു രീതിയിലാണ് വരുന്നത്. സീഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ, സീഡാന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് പറയണേ, ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർമെലൻ്റെ സോപ്പ് വരുന്നത്. അതിൻ്റെ താഴ്ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടോട്ടലി നോക്കുമ്പോൾ കാണാനൊക്കെ ആയിട്ടൊരു ഭംഗിയുണ്ട്, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു സോപ്പ്. ഇതാണ് നമ്മുടെ വാട്ടർമെലൻ്റെ സോപ്പ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സോപ്പായിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോയും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. 4-in-1 മോഡലിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കൂട്ടുകാർ ചെയ്ത് നോക്കി നല്ല രീതിയിൽ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് നമുക്കതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വാട്ടർമെലൻ്റെ സോപ്പ് ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോഫിൻ മോഡിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.